സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ വരാൻ പോകുന്ന സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ സൈനിങ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കുറച്ച് സീസണുകളായിട്ട് തേടി നടക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക്. കഴിഞ്ഞ സീസണുകളൊക്കെ ഒരുപാട് കോംപ്രമൈസും ഒരുപാട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് പല പ്ലേയേഴ്സിനെയും ആ പോസ്റ്റിനിൽ കളിക്കുന്നതല്ലാത്ത പല പ്ലേയേഴ്സിനെയും ആ രീതിയിലൊക്കെ കളിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സെൻട്രൽ ബാക്കുമാരായിട്ടുള്ള റൂയിവ ഹോർമിബാമിനെയും പ്രീതം കോട്ടാലിനൊക്കെ നമ്മൾ ആ റൈറ്റ് ബാക്ക് പോസ്റ്റിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എയ്ബൻ ദോഹൽ ഇങ്ങനെ കളിപ്പിച്ച് നോക്കി. റൈറ്റ് ബാക്ക് പോസ്റ്റിൽ കളിക്കുന്ന സന്ദീപ് സിംഗ് ആണെങ്കിലും പ്രബീർ ദാസ് ആണെങ്കിലും അവർ നമുക്ക് വേണ്ടത്ര പെർഫോമൻസ് തന്നിട്ടുമില്ല. സോ അതിന് ഫൈനലി നമുക്കൊരു പ്രോപ്പർ റൈറ്റ് ബാക്കിനെ തന്നെ സൈൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു സീസണിൽ. ISL 80-ലധികം മാച്ചുകളിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള മുംബൈ സിറ്റി FC-ക്കും ഒഡീഷ FC-ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള അമീർ റാനാവെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് ഓപ്ഷനിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ വരാൻ പോകുന്നത്. ചില മാച്ചുകളിൽ അദ്ദേഹം ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കൂടി കളിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ പ്രിഫേർഡ് ഫസ്റ്റ് ചോയ്സ് പൊസിഷൻ എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിൻ്റെ ISL മാച്ചുകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് അവരുടെ ടെലികാസ്റ്റ് മാറിയതിന് ശേഷം കുറച്ച് മാച്ചസ് മിസ്സിംഗ് ആണ്. സോ കിട്ടിയ നമുക്ക് കുറച്ച് ISL മാച്ചുകളും AFC ചാമ്പ്യൻസ് ലീഗിൽ ഒഡീഷ FC പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ആ മാച്ചസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും ഏത് രീതിയിലുള്ള ഒരു റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ഫുൾ ബാക്ക് ആണ് അമൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞ സീസൺസിലേക്ക് നോക്കുകയാണെങ്കിൽ സെർജിയോ ലൊബേര അതായത് കുറച്ചുകൂടി ഒരു ബാലൻസ്ഡ് ആയിട്ട് വളരെയധികം ഒഫൻസീവ് ഫുൾ ബാക്ക് എന്ന രീതിയിലോ ഒരുപാട് ഡിഫൻസിലേക്ക് ഇറങ്ങുന്ന ആ രീതിയിലല്ലാതെ അത്യാവശ്യം ഒഫൻസിലും ഡിഫൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഒരു പോസിഷനിങ്ങും ആ ഒരു ടൈപ്പ് ഓഫ് ഒരു പെർഫോമൻസും സെർജിയോ ലൊബേരയ്ക്ക് അമീറാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ലൊബേര യൂസ് ചെയ്തെന്ന് പറയാൻ കാരണം അതിൻ്റെ ഒരു ടാക്ടിക്കൽ സെറ്റപ്പ് അതിന് ആ രീതിയിൽ കളിക്കാൻ പറ്റുന്ന പോലെ ആയിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ സീസൺസിലേക്ക് ഒഡീഷ FC-ലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ ഒരു പ്ലേയേഴ്സിൻ്റെ പൊസിഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബിൽഡപ്പിൽ പൊതുവെ ഈ ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്യുന്നതും ഒരു സെൻട്രൽ മിഡ്ഫീൽഡറോ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറോ ഇറങ്ങി വന്ന് 3 men ഫോം ചെയ്ത് അത്തരത്തിലുള്ള വേരിയേഷൻസ് കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഒട്ടുമിക്ക സമയത്തും ഈ ഫുൾ ബാക്കിന് ഓവർലാപ്പ് ചെയ്യാൻ പറ്റുന്നത് അതിപ്പോൾ ഒരു ഒഫൻസീവ് തേർഡിൽ കളി നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ആ ഫുൾ ബാക്കിന് നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു പൊസിഷനിങ് പലപ്പോഴും അമീറാണ് അവിടേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പല സമയത്തും ആ ഒരു ഡിഫൻസിൽ ബേസ് സെറ്റ് ചെയ്തുകൊണ്ട് ഈ അഹമ്മദ് ജാഹുവിൻ്റെയൊക്കെ അവൈലബിലിറ്റി കഴിഞ്ഞ സീസൺസിലേക്ക് ഒഡീഷ FC-ക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്തൊക്കെ ജാഹു ഇറങ്ങി വരും. ആ രണ്ട് സെൻറ്റർ ബാക്ക് നല്ലൊരു സ്പ്ലിറ്റായി അവിടെ കൃത്യമായ രീതിയിലുള്ള ഒരു ബേസ് ഫോം ചെയ്യും. അല്ലെങ്കിൽ മറ്റൊരു പ്ലെയറിനെ അവിടേക്ക് ഇറക്കി കൊണ്ടുവരും. ആ രീതിയിലെല്ലാം പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ ഫുൾ ബാക്കിന് മുന്നോട്ട് കയറി പോകാൻ പറ്റുന്ന ഒഫൻസീവിൽ കളി നടക്കുന്ന സിറ്റുവേഷൻസിലെല്ലാം ഈ ഒരു പ്ലെയറിന് മുന്നോട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ ഒഫൻസീവിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ അറ്റാക്കിംഗ് സൈഡിൽ അല്ലെങ്കിൽ വിത്ത് ദ ബോൾ നമ്മൾ കൂടുതൽ ഇതിനെ കണ്ടിട്ടുള്ള മൂവ്മെന്റ്സിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു ഫ്രീഡം അതിന് കിട്ടുന്നതുകൊണ്ട് തന്നെ പല സമയത്തും ഒഡീഷ FC മുന്നോട്ട് കയറി പോകുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് കയറി പോകാനും ഓഫ് ദ ബോളിൽ വിത്തൗട്ട് ദ ബോളിൽ പന്തുമായിട്ടല്ല വിത്തൗട്ട് ദ ബോളിൽ മുന്നോട്ടേക്ക് ഓവർലാപ്പ് ചെയ്ത് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഇതിന് കിട്ടുന്നുണ്ട്. അത് പല സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിങ്ങറിനെ പോലെ ഇപ്പോൾ വിങ്ങർ ഫുൾ ബാക്ക് കളിക്കുന്ന സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഈ വിങ്ങർ ഇൻസൈഡിലേക്ക് നിന്നിട്ട് ഈ ഒരു പ്ലെയർ ഫുൾ ബാക്ക് ആയിരിക്കും എക്സ്ട്രീംസിൽ നിൽക്കുക. ഈ ഒരു പ്ലെയർ ആ ഒരു സ്ഥലത്ത് ആ ഒരു എക്സ്ട്രീമിൽ വിട്ട് പ്രൊവൈഡ് ചെയ്ത് എപ്പോഴും പന്ത് റിസീവ് ചെയ്യാൻ പാകത്തിന് നിൽക്കുന്നതും അവിടെ നിന്ന് ത്രൂ റിസീവ് ചെയ്യുക, ഹൈ ബോൾസ് റിസീവ് ചെയ്യുക, അങ്ങനെ അറ്റാക്കിംഗ് തേർഡിൽ ഒഫൻസീവ് തേർഡിൽ ആ ബോക്സിനോട് ചേർന്ന് നിന്ന് പന്ത് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷനിലേക്ക് അമ്മയെ എത്തുന്നുണ്ട്. അതൊരു സ്പെസിഫിക് അറ്റാക്കിംഗ് പാറ്റേൺ ആയിട്ട് തന്നെ അമ്മയെ വെച്ച് സെർജിയോ ലൊബേര യൂസ് ചെയ്തിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് മാനായിട്ട് നിന്നുകൊണ്ട് ഇപ്പോൾ ഇപ്പുറത്തെ സൈഡായിരിക്കും കളി നടക്കുന്നത് അല്ലെങ്കിൽ സെൻട്രൽ സ്പേസിലായിരിക്കും കളി നടക്കുന്നത്. ഈ ഒരു പ്ലെയർ റൈറ്റ് സൈഡിൽ ഒരു വിട്ട് പ്രൊവൈഡ് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഒരു ഓവർലാപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ആ ഒരു ഡിഫൻസിന് പിന്നിലുള്ള സ്പേസ് മുതലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പലപ്പോഴും ഈ ഒരു പ്ലെയറിന് കിട്ടുന്നുണ്ട്. അത് പല രീതിയിൽ ഇപ്പോൾ അപ്പുറത്തൊരു ലോങ് സ്വിച്ച് ഓവർ ആയിരിക്കാം, ലോങ് ഹൈ ബോൾ ആയിരിക്കാം, അല്ലെങ്കിൽ സെൻട്രൽ നിന്നുള്ള ഒരു ത്രൂ ബോൾ ആയിരിക്കാം. ഇതെല്ലാം വെച്ച് കണ്ടെത്തുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ വ്യത്യസ്തമായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യം ഈ പറഞ്ഞ പോലെ ആ ഒരു ഡിഫൻസീവ് ലൈൻ നിൽക്കുമ്പോൾ അവിടെ രണ്ട് പ്ലേസ് ആ ഒരു അറ്റം നിൽക്കുന്ന രണ്ട് പ്ലേസ് ഒരു പക്ഷേ സെൻട്രൽ ബാക്കും ഫുൾ ബാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഫുൾ ബാക്കും ആ ഒരു ടീമിൻ്റെ വിങ്ങർ ആയിരിക്കാം. അങ്ങനെ വരുന്ന രണ്ട് പ്ലേയേഴ്സിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് നല്ല രീതിയിൽ ഈ ഒരു പ്ലെയർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലെല്ലാം പന്ത് റിസീവ് ചെയ്യുന്ന ഹൈ ബോൾ, ത്രൂ ബോൾ, ഗ്രൗണ്ട് ബോളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോങ് സ്വിച്ച് ഓവർ ആയിരിക്കാം. അത്തരം ബോളുകൾ റിസീവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ പ്ലെയറിനെ കാണാൻ സാധിക്കും. അങ്ങനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലെയറിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബോക്സിൻ്റെ ആ ഒരു ബോക്സിനോട് ചേർന്നോ ചില സമയത്ത് ഈ ഒരു ഗ്യാപ്പിലൂടെ പന്ത് റിസീവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ബോക്സിനകത്തുമൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു പ്ലെയർ പന്ത് റിസീവ് ചെയ്യുന്നത്. അവിടെ എപ്പോഴും ഒരു നല്ല ത്രെട്ട്, ഒരു അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു പ്ലെയറിന് സാധിക്കാറുണ്ട്. ഒന്നല്ലെങ്കിൽ കട്ട് ബാക്ക് ബോക്സിനകത്തേക്കുള്ള പാസുകൾ, അതിൻ്റെ കരിയറിലെ അസിസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഈ പറഞ്ഞ അതേ പാറ്റേണിലുള്ള ആ ഒരു ഫുൾ ബാക്കിൻ്റെയും സെൻട്രൽ ബാക്കിൻ്റെയും അല്ലെങ്കിൽ രണ്ട് പ്ലേയേഴ്സിൻ്റെ അറ്റത്ത് നിൽക്കുന്ന രണ്ട് പ്ലേയേഴ്സിൻ്റെ ഗ്യാപ്പിലൂടെ റൺ ചെയ്ത് അവിടെ ആ ഒരു പ്ലെയറിനെ കണ്ടെത്തി ഹൈ ബോളിലൂടെയോ ഗ്രൗണ്ട് ബോളിലൂടെയോ ആ ഒരു പ്ലെയറിനെ കണ്ടെത്തി ബോക്സിനകത്ത് വെച്ചിട്ട് പന്ത് ആ ഒരു പ്ലെയർ റിസീവ് ചെയ്തിട്ട് കട്ട് ബാക്ക് ഇൻസൈഡിലേക്ക് ഒരു കട്ട് ബാക്ക് പ്രൊവൈഡ് ചെയ്ത് അവിടെ നിന്ന് മറ്റ് പ്ലേയേഴ്സ് ഗോൾ സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ഗോളുകൾ ഒന്നോ രണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ ഇതേ പാറ്റേണിൽ തന്നെ ഗോൾ അടിച്ചിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ് അമ്മ. ഒഡീഷ FC-ക്ക് വേണ്ടി കഴിഞ്ഞതിന് മുൻപുള്ള സീസണിൽ ആണ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ അസിസ്റ്റുകൾ നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു പീക്ക് പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് ഗോൾസ്, അസിസ്റ്റ്, ഒഫൻസീവ് കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ ഒരു പീക്ക് പെർഫോമൻസ് വരുന്നത് ആ സീസണിലാണ് ഈ പറഞ്ഞ പോലെ ഇത്രയധികം എഫക്റ്റീവായിട്ട് മുന്നോട്ട് കയറി വരുന്ന രീതിയിലെല്ലാം അമ്മയെ യൂസ് ചെയ്യുന്നത്. ആ ഒരു സീസണിൽ തന്നെ
6 അസിസ്റ്റും 1 ഗോളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ അസിസ്റ്റുകളിലും നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ഗോളിലേക്ക് നോക്കുകയാണെങ്കിലും ഈ പാറ്റേണിലുള്ള ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ മുന്നോട്ട് കയറി വന്നിട്ട് പന്ത് റിസീവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ഒഫൻസീവിലെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവിടെ നിന്ന് പന്ത് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെർജിയോ ലൊബേര ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ നമ്പേഴ്സിൽ ഒഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് ഒഫൻസിൽ തന്നെ ഈ ക്രോസുകൾ അല്ലെങ്കിൽ ബോൾ ഡെലിവറീസിലുള്ള ക്വാളിറ്റി, അവിടുത്തെ അതിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ക്രോസുകളെല്ലാം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ചില ക്രോസുകൾക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കഴിഞ്ഞ മുൻപുള്ള സീസണിൽ അതിൻ്റെ ഒരു അസിസ്റ്റ് ഉണ്ട്, ഒരു ക്രോസിലൂടെ അസിസ്റ്റ്. ആ ക്രോസ് നോക്കുകയാണെങ്കിൽ കൃത്യമായ ആക്യുറസി അതിനുണ്ട്, ഒരു കർവ് ഉണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്, കൃത്യമായ രീതിയിൽ ആ ഒരു ബോക്സിൽ നിൽക്കുന്ന പ്ലെയറിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്രോസ് ഡെലിവർ ചെയ്യുന്ന ഒരു പ്ലെയറിനെ പോലെ ഫീൽ ചെയ്തില്ല. ചില കൺട്രോൾ ഇല്ലാത്ത ക്രോസുകളും അതിൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ റൈറ്റ് ബാക്സിൻ്റെ ക്രോസുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ബെറ്റർ ആണ് ഇതിൻ്റെ ക്രോസുകൾ. അസിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഒറ്റ അസിസ്റ്റ് മാത്രമാണ് ക്രോസിലൂടെ അതിനുള്ളത്. പക്ഷേ അസിസ്റ്റ് ഡിസർവിംഗ് ആവുന്ന രീതിയിൽ ക്രോസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പല സമയത്തും നമ്മളൊരു ബ്ലൈൻഡഡ് ആയിട്ട് ക്രോസുകൾ കൊടുക്കുന്ന പല പ്ലേയേഴ്സിനെയും റൈറ്റ് ബാക്ക് പൊസിഷനിലും വിങ്ങർ പൊസിഷനിലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ പ്രോപ്പറായിട്ട് തല ഉയർത്തി പ്ലേയേഴ്സിനെ നോക്കി ഒരു പ്ലെയറിനെ ടാർഗറ്റ് ചെയ്ത് തന്നെ ക്രോസുകൾ കൊടുക്കുന്ന ആ ഒരു രീതിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബോൾ ഡെലിവറീസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാൻസസ് ക്രിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു അറ്റാക്കിലേക്ക് കൊടുക്കുന്ന ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബോൾ എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്ക് കൊടുക്കുന്ന ത്രൂ ബോൾസ് ആണ്. അത് പ്രത്യേകിച്ചും ഈ എക്സ്ട്രീംസിൽ ഈ പറഞ്ഞ ഒഫൻസീവ് തേർഡിൽ ഇതേം വൈഡ് എക്സ്ട്രീംസിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇൻസൈഡിൽ ആ ഒരു ഹാഫ് സ്പേസിൽ ഒന്നല്ലെങ്കിൽ സ്ട്രൈക്കർ ഉണ്ടാവും, റോയ് കൃഷ്ണയോ ഡിയാഗോ മൗറിഷ്യോ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ വിങ്ങർ ഉണ്ടാവും, അവരുടെ ജെറിയോ അല്ലെങ്കിൽ ഐസക്കോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ ഒരു വിങ്ങർ പൊസിഷനിലേക്ക് വരും. ആ സൈഡിൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻസൈഡിലേക്ക് ഒരു പാരലൽ, ഒരു ഡയഗണൽ ടൈപ്പ് ഓഫ് ഒരു ത്രൂ ഗ്രൗണ്ടർ കളിക്കാനുള്ള ഒരു പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്. ചിലപ്പോൾ ഒരു ഹൈ സ്വിച്ച് ഓവർ ഇതിൽ കിട്ടുന്ന ആ ഒരു മൊമെൻറ്റിൽ ഒറ്റ ടച്ചിൽ കൊടുക്കുന്ന ഒരു പാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ആ ഒരു എക്സ്ട്രീംസിൽ നിൽക്കുന്ന സമയത്ത് പന്ത് റിസീവ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലെയർ ഇൻസൈഡിൽ റൺ ചെയ്യുന്നുണ്ടാവും. ആ ഒരു സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ത്രൂ ബോൾ കൊടുക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള പാസുകൾ, ഇത്തരത്തിലുള്ള അറ്റാക്കിംഗ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബോൾ ഡെലിവറീസ് നമുക്ക് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യമായിട്ട് കാണാൻ സാധിച്ചു. പക്ഷേ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ ക്രോസുകളുടെ കാര്യമാണെങ്കിലും ബോക്സിനകത്തേക്കുള്ള ആ ഒരു പന്ത് റിസീവ് എന്ന കാര്യമാണെങ്കിലും അവിടെ നിന്ന് കൊടുക്കുന്ന ത്രൂ ബോൾ ആണെങ്കിലും അവിടെ എല്ലാം ഇതിന് ഒരു അഡ്വാൻസിങ് പോസിഷൻ കിട്ടുമ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത്. പന്തുമായിട്ട് ഡ്രിബിൾ ചെയ്ത് എല്ലാവരും മറികടന്ന് അപ്പുറത്തെ ഹാഫിലേക്ക് എത്തുന്ന ബോൾ ക്യാരി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയറിനെ പോലെ തോന്നിയില്ല. പന്ത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിന് ആ ഒരു പോസിഷൻ കിട്ടുന്നതുകൊണ്ട് ഒഫൻസീവ്ലി പല സമയത്തും നമുക്ക് അറ്റാക്കിംഗ് വൈസ് അതിൻ്റെ പോസിഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ കണക്കുകളിലേക്ക് വരാണെങ്കിൽ 81 മാച്ചുകളിൽ നിന്നും 47 ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സീസണിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് 16-15 ആ ഒരു റേഞ്ചിലെല്ലാം കഴിഞ്ഞ സീസണിലൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹം ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു പ്ലേ മേക്കർ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ക്രിയേറ്റീവായിട്ട് കളിക്കുന്ന ഒരു പരിപാടിയൊന്നും അല്ല. അതിൻ്റെ പോസിഷൻ കിട്ടുമ്പോൾ അതിലൂടെ വരുന്ന ചില സിമ്പിളായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ചാൻസസ് മാത്രമാണ് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്യുന്നത്. അവിടെ ആ പോസിഷൻ അതിന് കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പാസുകൾ അദ്ദേഹം കളിക്കും. അതുപോലെ തന്നെ ഇനി അദ്ദേഹത്തിൻ്റെ പാസുകൾ അല്ലെങ്കിൽ ബോൾ ഹാൻഡ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വരാണെങ്കിൽ പാസിംഗ് അത്യാവശ്യം ഓൺ ഹാഫിലുള്ള പാസിംഗ് ആണെങ്കിലും പറഞ്ഞ പോലെ അധികം റിസ്ക് എടുത്തുള്ള പാസുകൾ അദ്ദേഹം ചെയ്യുന്നില്ല. കൂടുതലും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് ആദ്യം കളിക്കുക. ബിൽഡപ്പ് സിറ്റുവേഷൻസിലാണെങ്കിലും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം മറ്റ് പ്ലേയേഴ്സാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി. ഒഡീഷ ടീമിൽ ജാഹുവും മറ്റ് പ്ലേയേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അവരാണ് പ്ലേ മേക്കിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസ്കി പാസുകളൊക്കെ കളിക്കുന്നത് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അത്യാവശ്യം 81% ടോട്ടൽ സീസൺ നോക്കുകയാണെങ്കിൽ ആവറേജ് പാസിംഗ് ആക്യുറസി ഉണ്ട്. അതൊരു നല്ല കണക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ എനിക്ക് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ നോർമലി കാണുന്ന ക്ലിയർ ചെയ്യേണ്ട ബോളുകൾ അല്ലെങ്കിൽ പാനിക്കായിട്ട് നമ്മൾ പെട്ടെന്ന് അടിച്ചൊഴിവാക്കുന്ന ടൈപ്പ് ഓഫ് ബോളുകൾ പാസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഹൈ ബോളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപകടം ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് പല ഫുൾ ബാക്സും പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഇതേം കുറച്ചുകൂടി കാമാണ്. അത്തരത്തിലുള്ള ഹൈ ബോൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു പ്ലെയറിനെ പാസ്സാക്കി മാറ്റാൻ, ആ ഒരു റിക്കവർ ചെയ്യുന്ന ബോൾ ഒരു പാസ്സാക്കി മാറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ സക്സസ് ആവുന്ന രീതിയിൽ കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട്. പല സമയത്തും ഒരു ഹൈ ബോളൊക്കെ വരുമ്പോൾ അത് ഹെഡ് ചെയ്ത് ഫ്രണ്ടിൽ നിൽക്കുന്ന പ്ലെയറിലേക്ക് കൊടുക്കുന്നുണ്ട്. ഹൈ ബോളിൽ മാത്രമല്ല, ഇപ്പോൾ കൺജസ്റ്റഡ് ഏരിയയിൽ അതിന് ഗ്രൗണ്ട് ബോളുകൾ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ പന്ത് ഓപ്പണൻ്റ് അറ്റാക്ക് ചെയ്യുന്നു, പന്ത് പെട്ടെന്ന് റിക്കവർ ചെയ്ത് അമ്മയിലേക്ക് ഒരു പാസ് വരുമ്പോൾ അവിടെയും ഈ പറഞ്ഞ ഒരു ലോങ് ക്ലിയറൻസ് അല്ലെങ്കിൽ ലോങ് ഹൈ ബോളിലേക്കുള്ള ഒരു മാറ്റം അത് കളിക്കുന്നുണ്ടില്ല എന്നല്ല. പക്ഷെ എന്നാലും അവിടെ നമ്മൾ നോർമലി കാണുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഒരു പ്ലെയറിന് പാസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ്, ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതും അതിൽ സക്സസ് ആവുന്നതും അത്യാവശ്യം നന്നായിട്ട് തോന്നി. കാരണം നമ്മളൊരു പന്ത് ക്ലിയർ ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു പന്ത് എടുത്ത് ഓപ്പണിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നു. സോ ഏറ്റവും എഫക്റ്റീവ് ഉള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ആ ക്ലിയർ ചെയ്യുന്ന പന്ത് അല്ലെങ്കിൽ ആ ഒരു റിക്കവർ ചെയ്യുന്ന പന്ത് ഒരു പാസ്സാക്കി മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓൺ ടീമിന് തന്നെ പോഷൻ വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ബെനിഫിറ്റ് ആണ്. അത്തരത്തിലുള്ള ചില കൺജസ്റ്റഡ് ഏരിയയിൽ നിന്നുള്ള ഡിഫിക്കൽട്ടായുള്ള സിറ്റുവേഷൻസിൽ നല്ല ഐഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സറൗണ്ടിങ്സ് ഒക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് കൃത്യമായതിൽ ഏതൊക്കെ പ്ലെയർ എവിടേക്കാണ് നിൽക്കുന്നുള്ള ഒരു ഐഡിയ അതിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പാസ് കൊടുക്കേണ്ടി വരുമ്പോൾ, പെട്ടെന്നൊരു കൺജസ്റ്റഡ് ഏരിയയിലേക്ക് പോകുമ്പോൾ പെട്ടെന്നൊരു പ്രഷർ വരുന്ന സിറ്റുവേഷൻസിലെല്ലാം ഒരു പാസ്സാക്കി അത് മാനേജ് ചെയ്യാൻ അതിന് സാധിക്കുന്നുണ്ട്. ആ ഒരു എബിലിറ്റി ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോൾ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ പന്ത് കൈവശം വെക്കുന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പന്ത് കൂടുതലായിട്ട് ഓവറായിട്ട് കയ്യിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ പേസ് കൊണ്ട് ഇങ്ങനെ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് രീതി കണ്ടിട്ടില്ല. ഏറ്റവും സേഫ്
സേഫായിട്ട് മുന്നിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹം പന്തുമായിട്ട് കയറി വരും, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന പ്ലെയറിന് പന്ത് കൊടുത്തിട്ട് അദ്ദേഹം ഓഫ് ദ ബോളിലെ സ്പേസ് കാണിച്ച് ഒഫൻസിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു തീരുമാനമാണ് അതിന് കൂടുതലുള്ളത്. പക്ഷേ ചില ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻസിൽ പ്രഷർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസൈഡിലേക്ക് കയറി 1-2 ടച്ച് എടുത്ത ഒരു പ്ലെയറിനെ ഒരു പന്ത് നഷ്ടപ്പെടാൻ പറ്റുന്ന സിറ്റുവേഷൻ അത് മാനേജ് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിച്ചിരുന്നു. അവിടെല്ലാം അത്യാവശ്യം ബോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ബോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ബോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിയും ഇതിൽ തോന്നുന്നുണ്ട്. സോ അവിടെ എല്ലാം നമുക്കൊരു ഓക്കെ പെർഫോമൻസ് ആണ് അമീറാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പേസ് നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്പീഡി പ്ലെയർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമല്ല. എന്നാലും ട്രാൻസിഷൻ സിറ്റുവേഷൻസിൽ ഇപ്പോൾ ചിലപ്പോൾ ഒഫൻസിലേക്ക് പോകുന്ന സമയത്ത് ഒഫൻസിലേക്ക് അദ്ദേഹം പേസ് ആക്സലറേഷൻ കൊടുത്തിട്ട് മുന്നോട്ട് കയറി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് പെട്ടെന്ന് പന്ത് നഷ്ടപ്പെടുമ്പോൾ പല സമയത്തും അദ്ദേഹം ഒഫൻസീവ് തേർഡിലായിരിക്കും ഉണ്ടാവുക പന്ത് കൈവശം വെക്കുന്ന സിറ്റുവേഷൻസിൽ. അപ്പോൾ പെട്ടെന്ന് ഡിഫൻസിലേക്ക് പന്ത് വരുമ്പോൾ ആ പേസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതേ സ്പീഡിൽ തിരിച്ചിറങ്ങി വരുന്ന ഒരു രീതി കാണാൻ സാധിച്ചു. അവിടെ അത്യാവശ്യം പേസ് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്പീഡി പ്ലെയർ എന്നൊരു ലേബലിലല്ല പറയുന്നത്. പക്ഷേ അത്യാവശ്യം ഈ പറയുന്ന പോർഷൻ റിക്കവർ ചെയ്യാൻ പറ്റുന്ന, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പേസ് അതിനുണ്ട്. അത് പ്രത്യേകിച്ചും ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് ട്രാൻസിഷനിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നത് കാണാൻ സാധിച്ചിരുന്നു. ഇനി ഒഫൻസ് കഴിഞ്ഞ് ഡിഫൻസിലേക്ക് വരുമ്പോൾ ഡിഫൻസീവലി പ്രതിരോധിക്കുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് കാണാൻ സാധിച്ച കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എബിലിറ്റി ഉണ്ട്. ക്വിക്കായിട്ട് ഡയറക്ഷൻ സ്വിച്ച് ചെയ്യാനുള്ള, പെട്ടെന്ന് ഡയറക്ഷൻ സ്വിച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. പ്രത്യേകിച്ചും ഈ വിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു വൈഡ് എക്സ്ട്രീംസിൽ പല സമയത്തും ഈ ഫുൾ ബാക്ക് ആയിട്ട് 1v1 സിറ്റുവേഷൻ ഓപ്പണന്റ് ടീമിൻ്റെ വിങ്ങർ വരാറുണ്ട്. അവിടെ എല്ലാം ഈ വിങ്ങേഴ്സ് പൊതുവേ പൈസയിലുള്ള പൊതുവേ ഫോറിൻ വിങ്ങേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഈ ഡ്രിബിൾ ചെയ്തുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പന്ത് ഡയറക്ഷൻ സ്വിച്ച് ചെയ്തുകൊണ്ടും ഈ ഫുൾ ബാക്കിനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ അമ്മ ആ ഒരു സംഭവങ്ങളോട് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഈ ഫെയിൻ്റ് ഇടുമ്പോൾ, ഇപ്പോൾ കിക്ക് ഫെയിൻ്റൊക്കെ ഇട്ട് പെട്ടെന്ന് ഡയറക്റ്റ് സ്വിച്ച് ചെയ്യുമ്പോൾ പല പ്ലേയേഴ്സും ആ ഫസ്റ്റ് കിക്ക് തന്നെ കമ്മിറ്റ് ചെയ്യുന്ന, ഫെയിലാവുന്ന, ബീറ്റ് ആവുന്ന സംഭവം നമ്മൾ കാണാറുണ്ട്. ഇദ്ദേഹം ആ ഒരു ഫസ്റ്റ് കിക്കിൽ ഫെയിൻ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബീറ്റ് ആവുന്നുണ്ട്, പക്ഷേ ക്വിക്കായിട്ട് റിക്കവർ ചെയ്യുന്നുണ്ട്. ഒരു ഡയറക്ഷനിൽ പോയി ആ ഒരു പന്ത് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഡയറക്റ്റ് സ്വിച്ച് ചെയ്ത് അടുത്ത ഡയറക്ഷനിൽ ആ പന്ത് വീണ്ടും ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ആ ഒരു കവറിങ് അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് ഡൗൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഓവറായിട്ട് കമ്മിറ്റ് ചെയ്യുക, ചില പ്ലേയേഴ്സ് ഫസ്റ്റ് ഫെയിൻറ്റ് തന്നെ ആ ഒരു ഫസ്റ്റ് ഒരു പ്ലെയർ കിക്ക് ഫെയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ പോയി ഡൈവ് ചെയ്യുക അല്ലെങ്കിൽ ടാക്കിളിൻ്റെ സ്ലൈഡ് ടാക്കിളിനൊക്കെ ശ്രമിക്കുക. ഹോറിൻ പേയ്മെൻ്റൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് പെട്ടെന്ന് തന്നെ പോയി പന്ത് റിക്കവർ ചെയ്യാനുള്ള ശ്രമം, അത് ചില സമയത്ത് വർക്കാവും. പക്ഷെ അത് വർക്കായില്ലെങ്കിൽ ആ ഒരു പ്ലെയർ കംപ്ലീറ്റ്ലി, ആ ഒരു ഫുൾ ബാക്ക് കംപ്ലീറ്റ്ലി ബീറ്റ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. പക്ഷേ ഇവിടെ അമ്മ ഫസ്റ്റ് ടൈം തന്നെ ബീറ്റ് ആവുന്നില്ല എന്നുള്ളതൊരു വലിയ പോസിറ്റീവാണ്. അദ്ദേഹം വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, ക്വിക്കായിട്ടുള്ള ക്ലോസിംഗ് ഡൗൺ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആ ഒരു ആൻറ്റിസിപ്പേഷൻ. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ച് ഒരു പ്ലെയറിലേക്ക് പാസ് വരുമ്പോൾ അതിന് മുൻപേ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു ആക്സലറേഷൻ, പെട്ടെന്നുള്ള ഒരു ആക്സലറേഷൻ കൊണ്ട് മുന്നോട്ട് കയറി വരുന്ന രീതിയൊക്കെ കാണാൻ സാധിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ക്വിക്കായിട്ട് കൗണ്ടറൊക്കെ വരുമ്പോൾ ഡിഷെഫ്സിക്ക് കൃത്യമായ ഒരു ബേസ് ഉള്ളതുകൊണ്ട് അവിടെ ഡിഫൻസിൽ ഈ പറഞ്ഞ ഫുൾ ബാക്ക് ഒന്ന് മുന്നോട്ട് കയറി പോയാലും അവിടെ പ്രശ്നം വരില്ല എന്നുള്ളതുകൊണ്ട് ഇതിന് മുന്നോട്ട് കയറി ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു ഫ്രീഡം അവിടെ കിട്ടിയിരുന്നു. അത് ഇവിടെ കിട്ടുമോ എന്നുള്ളതാണ് ഡൗട്ട്. പക്ഷേ അങ്ങനെ കിട്ടുന്ന സിറ്റുവേഷൻസിൽ ആ ഒരു പ്ലെയറിനെ സ്ലോ ഡൗൺ ചെയ്യാൻ, ക്ലോസ് ഡൗൺ ചെയ്തിട്ട് ആ ഒരു പ്ലെയറിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും അതുപോലെ തന്നെ പന്ത് റിക്കവർ ചെയ്യാനും അല്ലെങ്കിൽ ആ പന്ത് വീണ്ടും ബാക്കിലേക്ക് കളിപ്പിക്കാൻ, ഫോഴ്സ്ഫുള്ളി ഓപ്പണന്റ് ടീമിനെ ബാക്കിലേക്ക് കളിപ്പിക്കാനൊക്കെ ഇതിന് സാധിക്കാറുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഈ പറഞ്ഞൊരു ക്വിക്കായിട്ടുള്ള ക്ലോസിംഗ് ഡൗൺ, അഡ്വാൻസിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ടീം ആ ഒരു പ്ലെയറിനെ യൂസ് ചെയ്ത രീതിയാണ് അതിന് ഒരു സ്ട്രെങ്ത് ആയിട്ട് വരുന്നത്. ഇവിടെ അത് മോശമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പുറത്ത് വീക്ക്നെസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ ലൈനിൽ പ്രസൻ്റ് ആവുന്ന ഒരു കാര്യം, പല സമയത്തും ഈ പറഞ്ഞ പോലെ ഒഫൻസീവ്ലി പോസ്റ്റ് വരുമ്പോൾ, മുന്നോട്ട് കയറി വരുമ്പോൾ ഇപ്പുറത്തേക്കൊരു കൗണ്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബാക്ക് പെട്ടെന്ന് ഇറങ്ങി വന്നോളണമെന്നില്ല. സോ അത്തരം സിറ്റുവേഷൻസിൽ നമ്മുടെ മറ്റ് പ്ലേയേഴ്സൊക്കെ അത് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രമാണ് ആ രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട്, പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു ഒഫൻസീവ് കോൺട്രിബ്യൂഷൻ കൂടുതലും വരുന്നത് ഓപ്പൺ ആൻഡ് ഹാഫിൽ പോഷൻ ചെയ്യുമ്പോഴാണ്. സോ അതുകൊണ്ട് തന്നെ ഇതേ മുന്നോട്ട് കയറ്റി വിടണം. എന്നാൽ മാത്രമാണ് അത്തരത്തിലുള്ള ക്രോസുകൾ, നല്ല ക്വാളിറ്റി ക്രോസുകളും ത്രൂ ബോളിലൂടെ വിങ്ങേഴ്സിനെ കണ്ടെത്തുന്നത്. അത്തരത്തിലുള്ള അറ്റാക്കിംഗ് പാറ്റേൺസും അറ്റാക്കിംഗ് മൂവ്മെൻറ്റ്സും ബോക്സിനകത്ത് കയറുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ വരണമെങ്കിൽ ഒഫൻസീവിൽ ഇതിൻ്റെ പോഷൻ വരണം. അങ്ങനെ വരുമ്പോൾ അത് ഗെയിംസിൽ കൃത്യമല്ലെങ്കിൽ പ്രത്യേക ഒരു കൗണ്ടർ അറ്റാക്ക് ആക്കി വരുമ്പോൾ നമ്മുടെ ഫുൾ ബാക്കിന് ഒരുപാട് സ്പേസ് കവർ ചെയ്യേണ്ടി വരും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ, വീക്ക്നെസ്സിനേക്കാൾ കൂടുതൽ ഒരു കൺസേൺ എന്ന് പറയാം. സോ അത്തരത്തിൽ ലൈനിൽ പ്രസന്റ് അല്ലാത്ത സിറ്റുവേഷൻ, ഒഫൻസീവിൽ പോകുമ്പോൾ കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ ലൈനിൽ പ്രസന്റ് അല്ലാത്തൊരു പ്രശ്നം ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. ബാക്കി എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അപ്ഗ്രേഡ് ആണ്. നേരത്തെ പറഞ്ഞ ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്ലെയറിൻ്റെ ഓവർലാപ്പ്, ഒഫൻസീവ് കോൺട്രിബ്യൂഷൻ, ക്രോസുകൾ, പാസുകൾ, അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ സീസൺസിൽ. സോ അതൊക്കെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നല്ല അപ്ഗ്രേഡ് ആണ്, നല്ലൊരു ചോയ്സ് ആണ്. ഫിസിക്കലി അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്, ബോഡി വെച്ചുള്ള കാര്യങ്ങളൊക്കെ അതിന് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു 1v1 സിറ്റുവേഷൻസിൽ പെട്ടെന്ന് ബീറ്റ് ആവുന്നില്ല എന്നുള്ളൊരു നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം പേസ് ഉണ്ട്, ഡിഫൻസീവ്ലി ബാലൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ കൂടിയാണ്. സോ ആ രീതിയിൽ ഒക്കെ നോക്കുമ്പോൾ ഒരു നല്ല ഓപ്ഷനാണ്, നല്ല ചോയ്സ് ആണ്. ISL എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഏതൊരു പ്ലെയറിനെയും യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഒരു ഫുൾ ഔട്ട്പുട്ട്, ഒരു സ്ട്രെങ്ത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ വീണ്ടും നല്ല പ്ലേയേഴ്സ് ഇവിടെ ഒന്ന് പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുന്ന ചീത്തപ്പേര് ഇവിടെ ആവർത്തിക്കും. എന്തായാലും അമ്മയുടെ കാര്യത്തിൽ ഡേവിഡ് കറ്റാലയ്ക്ക് നല്ല രീതിയിൽ ഒരു പ്ലെയറിനെ യൂസ് ചെയ്ത് ഒഫൻസീവ്ലി ഡിഫൻസീവ്ലി ബാലൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്ത് ആ ഒരു പ്ലെയറിൻ്റെ വീക്ക്നെസ്സുകൾ മറക്കുന്ന സ്ട്രെങ്ത്തുകളെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ അമീറാണ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കും. എന്തായാലും ഒരു പ്ലെയറിനെ പറ്റി നിങ്ങൾ ഇതല്ലാതെ നോട്ടീസ് ചെയ്യാനുള്ള കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചേരാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം.
ബൈ.